Hello friends, welcome to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ BSNL FTTH അഥവാ ബ്രോഡ്ബാൻഡിൻ്റെ ഓൺലൈൻ കംപ്ലൈൻറ്റ് എങ്ങനെ ചെയ്യാനാണ്. അത് നമ്മുടെ BSNL പോർട്ടലിൽ, അതെന്ന് BSNL സെൽഫ് കെയറിൽ. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ കിടക്കാനായിട്ട് മുമ്പ് ചാനലിൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണമെന്ന് മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അതിനായി ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ക്രോമാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് BSNL സെൽഫ് കെയറിലേക്ക് പോകണം. അതവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സെൽഫ് കെയർ അടിക്കുക. അപ്പോൾ സെൽഫ് കെയറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണം. ഈ BSNL സെൽഫ് കെയർ കുറച്ച് ഇഷ്യൂ ഒരു ലാഗ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ സെർവറിൻ്റെ ഇഷ്യൂ ആണത്. അത് നിങ്ങളിപ്പോൾ എത്ര സ്പീഡിൽ നെറ്റായാലും ചെറിയൊരു ലാഗ് വരും. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ യൂസർ നെയിം പാസ്വേഡൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഇത് അടിച്ചു കൊടുക്കാം. ക്യാപ്സിലേക്ക് വേണം. അപ്പോൾ ഇത് ലോഗിൻ ആയിട്ടുണ്ട്. ഇതേപോലെ ലോഡിങ് കുറച്ച് കാണിക്കട്ടെ നിങ്ങളുടെ എത്ര സ്പീഡായാലും. ഇപ്പോൾ എൻ്റെ 100 MB% എന്താ വെച്ചാൽ ഇപ്പോൾ 7 പ്ലാൻ അപ്ഡേറ്റ് ആയല്ലോ. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പേര് വന്നിട്ടുണ്ട്, അതുപോലെ ID, നമ്മുടെ ഫോൺ നമ്പർ, ബില്ലിംഗ് അക്കൗണ്ട് നമ്പർ. ഇത് രണ്ടെണ്ണമായിട്ട് കാണിക്കുക. എന്ന് വെച്ചാൽ ഫൈബറും കാണിക്കും, നമ്മുടെ വോയിസും കാണിക്കും. അപ്പോൾ നമുക്ക് ഫൈബറിൻ്റെ അക്കൗണ്ട് നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിടക്കുന്നതാണ്. ഇത് നമുക്ക് കിടക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അഥവാ കിടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബില്ല് ജനറേറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മുടെ 0 കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ സൈഡിലായിട്ട് കാണാം. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ കേസർ വയ്ക്കുന്ന സ്ഥലത്ത് കാണാം രജിസ്റ്റർ കംപ്ലയിൻറ്റ് കാണാം. അതിൽ ഫസ്റ്റ് തന്നെ റേസ് ബില്ലിംഗ് കംപ്ലയിൻറ്റും ഉണ്ട്, ടെക്നിക്കൽ കംപ്ലയിൻറ്റും ഉണ്ട്, അതുപോലെ ട്രാക്ക് ചെയ്യാനുള്ള കംപ്ലയിൻറ്റ് ട്രാക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. വെച്ചാൽ ചെറിയ ഇതിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ദിവസം മുമ്പ് എൻ്റെ ഒരു നെറ്റ് ഫുൾ പോയി. എന്ന് വെച്ചാൽ BSNL ഫുൾ പോയിട്ടായിരുന്നു. അത് നിങ്ങൾക്ക് കൂടെ കാണാം. എൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്ത ഡീറ്റെയിൽസ് ഫുൾ അതെല്ലാം റിസോൾവ് വന്നിട്ടുണ്ട്. കംപ്ലയിൻറ്റ് അവരുടെ എന്താ പറയുക റെസ്പോൺസ് നല്ല റെസ്പോൺസ് ഉണ്ട്. വെച്ചാൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അരമണിക്കൂറിൽ അവർ വിളിക്കാറുണ്ട്. അങ്ങനെ മോസ്റ്റ്ലി വിളിക്കാറുണ്ട്. വെച്ചാൽ മിക്കതും ഈ LCOക്കാരാണ് വിളിക്കുക. പക്ഷെ അവർക്ക് വലിയ വരുന്നുണ്ടാവില്ല. പക്ഷേ റിസോൾവ് ആവാറുണ്ട് എന്തായാലും. ഇപ്പോൾ ഇന്നലെയാണ് പക്ഷേ മെയിനായിട്ട് കംപ്ലയിൻറ്റ് വന്നത്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇതാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതൊക്കെയാണ്. ഒരു ഹോട്ട്സ്റ്റാറിൻ്റെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ആയിട്ട് കംപ്ലയിൻറ്റ് ഇട്ട് നോക്കിയതാണ്. ഇന്നലെയാണ് ലേസ്റ്റ് ഒരു 5 മണിക്കൂർ നെറ്റ് ഫുൾ പോയിൻ്റായിരുന്നു. അതെന്തോ ഒരു ബാംഗ്ലൂരിൻ്റെ ഇഷ്യൂ, ബാംഗ്ലൂരിൽ ഓതറൈസേഷൻ ഇഷ്യൂ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് ഇട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇട്ടത് നമുക്ക് കൂടെ കാണാം. ക്രിയേറ്റഡ്, അതുപോലെ റിസോൾവിങ് ഡേറ്റും. അതിപ്പോൾ ഇന്ന് കാലത്താണ് മെസ്സേജ് വന്നത്. പക്ഷേ ഇന്നലെ ഒരു 5 മണിയായപ്പോഴേക്ക് തന്നെ ഒരു കംപ്ലയിൻറ്റ് ശരിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് ട്രാക്കിങ് കാണിക്കുന്നതാണ്. അപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ളത് 2 ഉണ്ട്. നിങ്ങൾക്ക് ടെക്നിക്കലാണെങ്കിൽ ഈ ഇവിടെ റേസ് ടെക്നിക്കൽ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും, ആ പേജ് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ നെറ്റ് ഇല്ലാത്തത്, അതുപോലെ സ്ലോ, അതുപോലെ അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും അതുപോലെ ടെലിഫോൺ ID ഒക്കെ വരും. അതിൽ ഫൈബർ സെലക്ട് ചെയ്യുക. പിന്നെ റീസൺ ഓഫ് കംപ്ലയിൻറ്റ് സെലക്ട് ചെയ്യുക. ഇതിലിപ്പോൾ കണ്ടില്ലേ ഓൾ സർവീസ് ഉണ്ട്, മിസ്ലേനിയസ് ഫോൾട്ട് ഉണ്ട്, അതുപോലെ ഡിസ്റ്റർബൻസ് ലൈൻ, അതുപോലെ ഇമെയിൽ ID ഇഷ്യൂ, ലാൻഡ് ഇഷ്യൂ, OLT ബ്രേക്ക് ആയുള്ള കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്, മോഡം പ്രോബ്ലം, കോൺഫിഗറേഷൻ പ്രോബ്ലം, അതുപോലെ സ്ലോ, അതുപോലെ നെറ്റ് ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ മെയിലിൻ്റെ പ്രോബ്ലം. അതിനൊക്കെ ഈ കംപ്ലയിൻറ്റ് കൊടുക്കാം. നമുക്ക് ഈ എന്താ പറയുക ടെക്നിക്കലിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ ലാമ്പ് റെഡായി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇതിൽ കൊടുക്കാം നമുക്ക്. മറ്റേതെന്ന് പറയുന്നത് ഇത് കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതുക, നെക്സ്റ്റ് സബ്മിറ്റ് ചെയ്യാത്തേ ഉള്ളൂ. പിന്നെ മറ്റേതെന്ന് പറയുന്നത് ബില്ലിംഗ് കംപ്ലയിൻറ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് ബില്ല് വല്ല ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിലൊക്കെയാണ്. അത് സംഭവം രണ്ടും ഒരേ ഫോർമാറ്റ് തന്നെയാണ്. പക്ഷേ ഈ നമ്മുടെ ലിസ്റ്റ് ഓഫ് കംപ്ലയിൻറ്റ്സ് വരുന്നതിൽ മാറുന്നു മാത്രം. ഇതിലിപ്പോൾ ഫൈബർ സെലക്ട് ചെയ്യുക. അതുപോലെ ഇൻവോയ്സിൽ നമുക്ക് ഏത് ഇൻവോയ്സ് നമ്മുടെ ഇയർ കാണിക്കും, ഇയറില്ല നമ്മുടെ മന്ത് കാണിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെലക്റ്റഡ് ഇൻവോയ്സ് നമ്പറും വരും. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് രജിസ്റ്റർ ആവും. അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള ടൈപ്പ് ഇത് ഇവിടെ കാണിക്കും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ റീസൺ കൊടുക്കാൻ പറയുന്നത്. ഇപ്പോൾ അതർ കംപ്ലയിൻറ്റ്സ് ആണോ യൂസർ ചാർജ് ആണോ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ അടിച്ചു കൊടുക്കാം. ഈ ഒരു 255 ക്യാരക്ടർ വരെ അടിക്കാൻ കിട്ടുന്നത്. നെക്സ്റ്റ് അടിച്ച് കംപ്ലയിൻറ്റ് കൺഫർമേഷൻ വരും. നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും. അപ്പോൾ എനിക്ക് ഒരു അരമണിക്കൂർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവറിൽ തന്നെ റെസ്പോൺസ് കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും നല്ല സർവീസ് തന്നെയാണ്. ഇപ്പോൾ എന്ത് കംപ്ലയിൻറ്റ് കൊടുത്താലും അവർ വിളിക്കാറുണ്ട്. അതുപോലെ റെസ്പോൺസ് ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല കംപ്ലയിൻറ്റും അതുപോലെ BSNL ഫൈബർ ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ബ്രോഡ്ബാൻഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നോർമൽ ബ്രോഡ്ബാൻഡ് അല്ലോ നമ്മുടെ കോപ്പർ വയറിന്, അതായാലും ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് റെസ്പോൺസ് എനിക്കറിയില്ല. ഇതിപ്പോൾ ഫൈബറിന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ കോൾ വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫൈബറിൻ്റെ വല്ല FTTHൻ്റെ വല്ല കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓൺലൈൻ കംപ്ലയിൻറ്റ്
രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഒന്നെങ്കിൽ BSNL എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് LCO വഴിയാണെങ്കിൽ LCOക്കാരും വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.